എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു ഡിഷ്. എന്നാലും നമ്മളിപ്പം ഒരു ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് റെഫറൻസ് വേണ്ടി വരുന്ന ഒരു ഡിഷും അതെ വേറൊന്നുമില്ല, നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ കറി. അപ്പം എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മുടെ പരിപാടി ഇവിടെ തുടങ്ങാൻ പോവാണ്. അതിന് മുന്നേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകണം കേട്ടോ. ഒരുപാട് അടിപൊളി റെസിപ്പീസ് ഉണ്ട്, അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഷെഫ് ഓൺ ചാർജ് ഡ്യൂട്ടി തുടങ്ങിയിരിക്കുന്നു. കൂടെ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ചെറുതായിട്ട് നുറുക്കിയിട്ട് അതൊന്ന് കഴുകി വെക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ ജൂനിയർ ഷെഫ് ഇവിടെ തേങ്ങ ചിരണ്ടി തന്നു. പിന്നെ കണ്ടപ്പോ ഒരു കൗതുകം കാരണം ഒരു ഇച്ചിരി തേങ്ങ ഞാൻ മോഷ്ടിച്ചു. ആദ്യം തന്നെ ചീനിച്ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ചിക്കൻ മസാല ഒരു 3 ടേബിൾ സ്പൂൺ മതിയാവും ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കുക. ഇനി നമ്മൾ കഴുകി വാരി വെച്ച ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. അതിനിടയ്ക്കില്ലേ അപ്പൻ നാരങ്ങ കൊണ്ടി കൊച്ച് എന്ത് കോക്കറി കാണിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് നാരങ്ങ മേടിച്ചെടുത്തു നേരെ ചെന്ന് ചിക്കനിലേക്ക് പിഴിഞ്ഞൊഴിച്ചു. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച മസാലക്കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലവണ്ണം അങ്ങോട്ട് തിരുമ്മി എടുക്കുക. കുറച്ചൊരു ഇതങ്ങനെ തിരുമ്മി ഇരിക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാം. സ്റ്റൗ ഓൺ ചെയ്ത് ഉരുളി വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരിഞ്ഞു വെച്ച സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ആഡ് ചെയ്ത് നന്നായി വഴറ്റുക. കൂട്ടത്തിൽ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യണം, ഞാൻ അത് പറയാൻ വിട്ടുപോയി. ഏകദേശം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പൊ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് പുരട്ടി വെച്ച ചിക്കൻ നേരെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റോളം അതൊന്ന് മൂടി വെക്കുക. ഇനി അതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കുക. ആ ഗ്യാപ്പിൽ നമുക്കൊന്ന് അപ്പം ഉണ്ടാക്കിയാലോ? അങ്ങനെ ഗൈസ്, ഞാൻ അപ്പം ചുടാൻ കയറി. പിന്നെ ഇടയ്ക്ക് അപ്പം ചിക്കൻ കറി തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2ാം പാൽ ഒഴിച്ച് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊന്ന് വറ്റി തുടങ്ങി. ഇനി നമുക്ക് തൻപാൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു ലേശം വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് ഇളക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതെ അപ്പയുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. എൻ്റെ അപ്പം ചുടലും തീർന്നിരിക്കും. എന്നാൽ പിന്നെ അങ്ങോട്ട് തുടങ്ങിയാലോ? അപ്പോൾ ബൈ ഗൈസ്.